നമ്മളങ്ങനെ ജയ്സൽമേറിൽ എത്തിയിരിക്കുകയാണ്. ചെറുതായിട്ട് ഇടയ്ക്ക് വഴി തെറ്റിപ്പോയെങ്കിലും ഇതാണ് ഞാനെടുത്ത റൂം. ഇന്ത്യയിൽ ഏക ജനവാസമുള്ള ഒരു ഫോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളങ്ങനെ ജയ്സൽമേറിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം സമയം 1:30 ഏകദേശം 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് ട്രെയിൻ ഇവിടെ എത്തിയത്. പക്ഷേ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. നിലവിൽ 12:5 വരേണ്ട ട്രെയിനാണ്. 1:20, 1:25 ഇപ്പോൾ സമയം ഏകദേശം. അല്ല, സ്ലീപ്പറിലാണെങ്കിലും എനിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വലത്തോട്ട് പോവാം. വലത്തോട്ട് വരുന്ന വഴിക്കാണ് ജയ്സൽമേർ സിറ്റി കാണുന്നത്. ഇവിടെ നിന്ന് ഏകദേശം, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ജയ്സൽമേർ കോട്ടയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക്. അപ്പോൾ നടന്നു വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഞാൻ പറഞ്ഞ ആ വഴി ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് ജയ്സൽമേർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി വരുമ്പോൾ ഒരു റൗണ്ടാന കാണാം. ആ റൗണ്ടാനയിൽ നിന്ന് പിന്നെയും വലത്തോട്ട് എടുക്കുന്ന വഴിയിൽ ഈ മാർക്കറ്റ് കാണാമെന്നേ. ഈ മാർക്കറ്റിൻ്റെ അകത്തൂടെ നമുക്ക് ഫോർട്ടിലോട്ട് പോകാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഫോർട്ടിൽ പോയി സ്റ്റേ എടുക്കാം എന്നുള്ള ധാരണയിലാണ്. അവിടെ ഹോസ്റ്റൽ വല്ലതും തപ്പാം എന്നുള്ളൊരു ധാരണയിലാണ് അങ്ങോട്ട് പോകുന്നത്. റെയിൽവേയുടെ മുമ്പിൽ തന്നെ എനിക്ക് ഒരു 500 രൂപയ്ക്ക് റൂം പറഞ്ഞു. അപ്പോൾ ഞാനത് നോക്കിയില്ല. നമുക്ക് ഇച്ചിരി മുന്നോട്ട് പോയിട്ട് വേറെ എടുക്കാം എന്നുള്ള ധാരണയിലാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ പ്രത്യേകതയാണ് ഈ ഒരു ഗോൾഡൻ ടച്ച് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏത് ബിൽഡിങ് നോക്കിയാലും ഈ ഒരു രീതിയാണ് കാണുന്നത്. ഇവിടുത്തെ ബിൽഡിങ്ങിനും മണ്ണിനും എല്ലാത്തിനും ഒരു ഗോൾഡ് ടച്ചാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഗോൾഡൻ സിറ്റി എന്നതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതിൻ്റെ ഒരു ഉള്ളേരിയ കൂടിയാണെന്ന് തോന്നുന്നു ഞാൻ നടക്കുന്നത്. സിറ്റി ആണോ ഉള്ളേരിയ ആണോ എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് പറയുന്നതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ നടന്ന് ഫോർട്ടിൻ്റെ മുമ്പിലെത്തി. നമ്മുടെ ലൊക്കേഷൻ ഇവിടെയാണ് അവസാനിച്ചത്. ചെറുതായിട്ട് ഇടയ്ക്ക് വഴി തെറ്റിപ്പോയെങ്കിലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടും മനോഹരം. നടന്നു വന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നു വരാണ്ട് നിൽക്കരുത്. ചെറിയ കയറ്റമുണ്ട്, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ജയ്സൽമേർ ഫോർട്ട്. ഇന്ത്യയിൽ ഏക ജനവാസമുള്ള ഒരു ഫോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, രാജസ്ഥാനിലെ ജയ്സൽമേർ ഫോർട്ട്. ഇതിൻ്റെ അകത്ത് ഒരു മാർക്കറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. വില എത്ര എന്നെനിക്കറിയത്തില്ല. അതൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു സ്ഥലം നോട്ട് ചെയ്ത് വെച്ചോളൂ. കിം കഫേ എന്ന് ഇച്ചിരി അകത്തോട്ട് ഈ ഒരു സ്കൂട്ടറൊക്കെ ഇരിക്കുന്ന നോക്കിയാൽ മതി. അതായത് ഇവിടെ റൂമിന് 100 രൂപയൊക്കെ ഉള്ളൂ. ഡോമട്രി ആണെന്നുണ്ടെങ്കിൽ 100-150 രൂപയൊക്കെ ഉള്ളൂ. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. പുള്ളി അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ വാങ്ങാമായിരുന്നു. അതെൻ്റെ ഇത് മിസ്സായി. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ
കോട്ടയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാം. കുറേയധികം ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ ഷോപ്പ് ചെയ്യാനായിട്ട് ധാരാളം കടകൾ കാണാം. പിന്നെ ഇവിടെ പശുക്കളൊക്കെ എന്നിട്ട് ഈ നടന്നു പോകുന്നതിൽ ചുമ്മാ ഇങ്ങനെ കുറേ പശുക്കൾ നടന്നു പോകും. അത് പിന്നെ നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല, ഇങ്ങനെ ആയിരിക്കും. പിന്നെ എന്നിട്ട് ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. കറക്റ്റ് ധനുഷിൻ്റെ ഒരു ഷേപ്പാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ തമിഴ്നാടൻ ധനുഷില്ലേ, അവൻ്റെ അതേ ഒരു ഷേപ്പാണ് തോന്നിയത്. പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് പോകുമായിരുന്നു. റൂം തപ്പിച്ചെന്നു. അങ്ങനെ ഒരു റൂം ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് ഞാനെടുത്ത റൂം. ഇതിന് 250 രൂപയുള്ളൂ. അല്ല 250 അല്ല, സോറി, 200 രൂപ ആയുള്ളൂ എനിക്ക്. ഇത് കോട്ടയ്ക്കകത്താണ് ഞാൻ എടുത്തത്. ബാത്റൂം ഞാൻ കാണിച്ചാണ്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബാത്റൂമും കാര്യങ്ങളുമാണ്. പിന്നെ 200 രൂപയ്ക്ക് ഇത് വെറുത്താണെന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, സീസണിൽ പല റേറ്റ് ആയിരിക്കും. ഇതിപ്പോൾ എനിക്ക് 200 രൂപയ്ക്ക് തന്നു എന്നേ ഉള്ളൂ. ഞാൻ സ്റ്റേ ചെയ്യുന്ന കഫേയുടെ മുകൾ ഭാഗമാണ്. ഇവിടെ ചെറിയൊരു കഫേ സെറ്റപ്പും ബാൽക്കണി ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഓ, ഇവിടെ ഫുള്ള് സെറ്റാണ് കേട്ടോ. ഇത് നല്ല കഫേ ഫീലാണ്. പിന്നെ ഫോറിനേഴ്സൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. പോയതാണ് ഇതിൻ്റെ മുതലാളി. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോട്ട മുഴുവനായിട്ട് നമുക്ക് കാണാം. ഫുള്ള് കോട്ട ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കോട്ടയുടെ അകത്തുള്ള എവിടെയെങ്കിലും സ്റ്റേ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഇതിങ്ങനെ ആസ്വദിക്കാൻ ഏറ്റവും മനോഹരം കോട്ടയുടെ അകത്തുള്ള ഏതെങ്കിലും ഒരു കഫേയിലോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് മുമ്പ് ഇതിലൊരു പ്ലെയിനൊക്കെ പോയായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടാറ് ഫീലാണ്, ഒരു രക്ഷയില്ല. ഇതിലും നല്ല കഫേകളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ബഡ്ജറ്റിൽ പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് എടുത്തതേ ഉള്ളൂ. പിന്നെ ആദ്യം കണ്ടപ്പോൾ ഇവിടെ തന്നെ കയറി എന്ന് വെച്ചാൽ സമയം കളയാനില്ലായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് കഫേയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ 4 മണിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി രാത്രി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കഫേയുടെ റേറ്റൊക്കെ കൂടും. കഫേ മീൻസ് ഇതേപോലെ ഹോസ്റ്റലുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഹോസ്റ്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ 100 രൂപ 150 രൂപയ്ക്കൊക്കെ സാധനങ്ങൾ കിട്ടും. കൂടി വന്നാൽ 500 രൂപ. അതിനപ്പുറം മേളിൽ റൂമിന് കൊടുക്കുകയും ചെയ്യരുത് ആരും. അതിനുള്ളതൊക്കെ ഉള്ളു ഇവിടെ. പിന്നെ കോട്ടയുടെ അകത്തെ കാഴ്ചകളായിട്ട് നമുക്ക് ചെറുതും വലുതുമായിട്ട് ഇഷ്ടം പോലെ അമ്പലങ്ങൾ കാണാം കേട്ടോ ഇവിടെ. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്. പിന്നെ ഒരു പ്രത്യേകതയാണ് അവിടെ കാണുന്നൊരു ഗണപതിയുടെ ചിത്രം കണ്ടോ. അതിൽ ഡേറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു കല്യാണക്കുറിയാണ്. നമുക്ക് ആ കല്യാണത്തിന് പങ്കെടുക്കാം എന്നുള്ള രീതിയിൽ, അതായത് പുറത്തുനിന്ന് വരുന്ന കാഴ്ചക്കാർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ആ കല്യാണത്തിന് പങ്കെടുക്കാം. ആ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി അവർ ക്ഷണിക്കുന്ന രീതിയിൽ ആ വീടുകളുടെ മുമ്പിൽ കല്യാണക്കുറി അടിച്ചു വെച്ചിരിക്കുകയാണ്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ താമസിക്കുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ചിലപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം. പിന്നെ ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചയാണ് നമ്മുടെ പാലസിൻ്റെ ഭിത്തികൾ കാണുക എന്ന് പറഞ്ഞാൽ. അതായത് ഈ സൂര്യപ്രകാശം ഭിത്തിയിലേക്ക് അടിക്കുമ്പോഴേക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു ഗോൾഡ് പൂശി വെച്ചിരിക്കുന്ന ഭിത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതുപോലെ സുന്ദരമാണ്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളൊക്കെ അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അപ്പം ഞാൻ പാലസിൻ്റെ അകത്തെ കാഴ്ചകളൊന്നും കണ്ടില്ലായിരുന്നു. ഞാൻ നാളത്തേക്ക് കാണാം എന്നുള്ള ധാരണയിൽ ഞാൻ അവിടുന്ന് പിന്നെ മുന്നോട്ട് പോയി. നേരെ ഞാൻ ഗഡ്സർ ലേക്കിലേക്കാണ് പോയത്. ഗഡ്സർ ലേക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഗഡ്സർ ലേക്ക് കാണുന്നത്. അപ്പോൾ ഗഡ്സർ ലേക്കിലേക്ക് എല്ലാവരും വരുന്നത് സൺറൈസ് കാണാനും സൺസെറ്റ് കാണാനും അതുപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർ ലേസർ ഷോ ഉണ്ട്, അത് കാണാനൊക്കെ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ വന്നതിന് ശേഷമാണ്, അതായത് ഗഡ്സർ ലേക്കിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇവിടെ വാട്ടർ ലേസർ ഷോ നടക്കും എന്നുള്ളത് തന്നെ. ഈ ഗഡ്സർ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്സൽമേറിൻ്റെ ഒരു കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആദ്യ കാലഘട്ടങ്ങളിലേക്ക് ഇവർ കുടിവെള്ളത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഗഡ്സർ ലേക്ക്. പിന്നീട് കാലാകാരണം കുറേയധികം ടൂറിസ്റ്റുകൾ വരികയും പോവുകയും വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഇവിടെ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഏകദേശം 6 മണി 6:30 കഴിയുമ്പോഴേക്കാണ് ഒരു 20-25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ലൈറ്റ് ഷോ
അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. ഞാൻ ആദ്യമായിട്ടാണ് ലൈറ്റ് ഷോ കാണുന്നത്. ധാരാളം ജനങ്ങളാണ് കേട്ടോ അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഓർത്തു ഒരു കാഴ്ച കാണാനായിട്ട് ചുമ്മാ ലൈക്ക് ആ ഒരു തടാകത്തിൻ്റെ വ്യൂ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ ഒരു രീതിയിൽ ഞാൻ അവിടെ ഇരുന്നില്ല. ഞാൻ ചുമ്മാ പോയി അവിടെ നിന്നു. ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഓരോരുത്തരെയൊക്കെ കണ്ടിങ്ങനെ വായി നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് ഞാനിത് അനൗൺസ് ചെയ്യുന്നത് കേൾക്കുന്നത്. എൻ്റെ ദൈവഭാഗ്യം എന്തെന്നാൽ ഞാൻ അതിൻ്റെ കറക്റ്റ് മുമ്പിൽ തന്നെ ആയിരുന്നു നിന്നത്. അത് കാരണം എനിക്ക് നല്ല വൃത്തിക്ക് കാണാൻ സാധിച്ചു. വീഡിയോയിൽ എനിക്ക് അത്ര അത് നല്ലതായിട്ട് പകർത്താൻ സാധിച്ചില്ല. എന്നാൽ എനിക്ക് നല്ല രീതിയിൽ എനിക്കത് കാണാനായിട്ട് സാധിച്ചു. പിന്നെ ഞാൻ ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുവാണ്. ജയ്സൽമേർ നിങ്ങൾ വരുവാണെന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വന്ന് ഈ കാഴ്ച കാണുക. ഇവിടെ ജയ്സൽമേറിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി തന്നെ വാട്ടർ ലേസർ ഷോയിൽ കാണിക്കും. അപ്പോൾ അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ അതിനുശേഷം ഞാൻ നേരെ തിരിച്ച് സ്റ്റേ ചെയ്യുന്നിടത്തോട്ട് തന്നെയാണ് പോയത്. കഫേയിലേക്ക് തന്നെ തിരിച്ചു പോയപ്പോഴേക്കും അവിടെ ചെന്നപ്പോഴേക്കും അതിലും മനോഹരം. ഞാൻ പോയ സമയത്ത് നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള ഒരു സമയത്താണ്, പകൽ സമയത്താണ് ഞാൻ ഗഡ്സർ ലേക്കിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോഴേക്ക് ഇരുട്ടായപ്പോഴേക്ക് ഭീകര ലുക്ക് എന്ന് പറഞ്ഞാൽ ഭീകര ലുക്ക്. നമ്മുടെ കോട്ടയൊക്കെ ആണെങ്കിൽ ലൈറ്റ് ഇട്ട് തിളങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജയ്സൽമേർ കോട്ട വന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ ഗഡ്സറിലേക്ക്. പിന്നെ ഇനി അങ്ങോട്ട് ഓരോ വീഡിയോകളും വരുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇനി നടക്കും, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ഇനി കാണാൻ സാധിക്കും എന്നുള്ളത് വീഡിയോയിലൂടെ തന്നെ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.